ഞങ്ങളുടെ വീട്ടിൽ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അകത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 2-3 ദിവസം ഇവിടുത്തെ പരിപാടികളും ജോലികളൊക്കെ ചെയ്തിരുന്നത് മക്കളാണ്. അതുകൊണ്ട് ഇന്ന് ഞാനത് മൊത്തത്തിലൊന്ന് തട്ടിയടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം തന്നെ ബെഡിലൊരു പഴയൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ തോതിലൊക്കെ മാറാലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും അടിച്ചു വരുമ്പോൾ തന്നെ സൈഡിൽ കൂടെയുള്ള ചെറിയ മാറാലുകളൊക്കെ തട്ടിയെടുക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെ മാറാലയൊക്കെ തട്ടി പിന്നെ കുറച്ച് തുണികൾ നേരെ മടക്കി വയ്ക്കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടും ഒന്ന് അടിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ അടിച്ച് വാരിയും കൊണ്ടിരിക്കുമ്പോഴാണ് പൊടി നല്ല ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് വേഗം പോയി മാസ്ക് ഒക്കെ എടുത്ത് വെച്ചു. അല്ലെങ്കിൽ ഞാൻ തുമ്പി ഒരു പരുവായിട്ടുണ്ടാവും. അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത റൂമിലേക്ക് പോയിട്ടോ. ഇവിടെ തുണികൾ കൊടുന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മോളാണ് കേട്ടോ അതൊക്കെ മടക്കി വയ്ക്കാറുള്ളത്. അപ്പോൾ അവൾക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞാൻ വന്നിട്ട് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ ബെഡൊക്കെ നേരേക്ക് ഇവിടെ അങ്ങനെ വല്ലാതെ മാറാലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ചെറിയ മാറാല ചാതികൾ ഉണ്ടായിരുന്നതിനേക്കും തട്ടിക്കളഞ്ഞത് പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ ഓരോ റൂമുകളും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വാതിലിൻ്റെ ബാക്കിലാണ് കേട്ടോ പിന്നെ മാറാല കുറച്ചെങ്കിലും ഉണ്ടാവുക. അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഹാള് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഹാളിൽ ഈ ഒരു വിരി ഒന്ന് മാറ്റണം. പിന്നെ ഈ മുക്കും കൂടെ മാത്രം കുറച്ച് മാറാലുണ്ടാവും. അത് നമ്മൾ കാണിട്ടില്ലേനു കേട്ടോ. അപ്പോൾ അങ്ങനെ വിരി മാറ്റാൻ പോകണം. ഈ ഒരു വിരിയാണ് കേട്ടോ വിരിക്കുന്നത്. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു. ഞാൻ തുടക്കുകയും കൂടിയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.